പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലമാണ് ഇവിടെ വരുന്നത്. ഇന്നലെ നമ്മൾ ഇവിടെ എല്ലാം അടിച്ചിട്ടുണ്ടായത്. ഇന്നലെ നമ്മൾ ആ വണ്ടി എടുത്തിയ ആ ഭാഗത്താണ് നമ്മൾ അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് ഈ വണ്ടിയൊക്കെ വന്നിട്ടാണ് ആകെ അലമ്പായത്. എന്നിട്ട് അവിടെ ആ ടെൻ്റ് ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച്. ഇത് അയക്കാതെ തന്നെ നമ്മൾ മേലെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്ന് വെച്ചത്. വെയിറ്റ് സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇതിൽ കമ്പി പൊട്ടിപ്പോവും. നമ്മൾ സൈക്കിൾ അടുത്തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇന്ന് എന്തായാലും നമ്മൾ ആലപ്പുഴ പിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. 30 കിലോമീറ്ററാണ് ആലപ്പുഴയ്ക്കുള്ളത്. അപ്പോൾ ആലപ്പുഴ പോകും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടോട്ട് കൊല്ലം സൈഡിലേക്കാണ് നമ്മൾ അടുത്ത റൈഡ് പോകാൻ പോണത്. എന്നിട്ട് അവിടെ ഏതെങ്കിലും പെട്രോൾ പമ്പ് നമ്മൾ ടെൻ്റ് അടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഈ ടെൻ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കെന്നാൽ റൈഡ്. അപ്പോൾ മച്ചാറ് നമ്മളപ്പോൾ അങ്ങനെ പോവുകയാണ്. നമ്മൾ സൈക്കിളിലെല്ലാം സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. നമ്മൾ നോക്കാന്നാ ഏട്ടാ, ഞാൻ എന്നാൽ പോട്ടെ, കാണാമോ? ഇവിടെ ഹൈവേയിലൊക്കെ പണി നടക്കാണ്. ഇവിടെ ആലപ്പുഴ റോഡൊക്കെ ഒറ്റ മോശമാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ റോഡുകളൊക്കെ ചെറുതാവാണ്. നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച ഹോട്ടൽ നൈറ്റ് ഫുഡ് കഴിച്ച ഹോട്ടൽ ഇതാണ് ഈ കാണുന്നത്. ഇത് 2 ദിവസമായിട്ട് ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. രാവിലെ ചവിട്ട് നല്ല ഒരു സുഖമുണ്ട് കാലിനൊക്കെ. കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴാണ് കാലിൻ്റെ വേദന അറിയണേ. ഇപ്പോൾ നമ്മൾ കുറേ ചവിട്ടി വന്നിട്ടുണ്ട്. കുറേ ദൂരം നമ്മളിപ്പോൾ ചവിട്ടിയിട്ടുണ്ട് ഹൈവേ തന്നെ. ഇവിടെയൊക്കെ റോഡ് ഇപ്പം നല്ല റോഡാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ബാക്കിൽ വരുമ്പോൾ കുറച്ച് മോശം റോഡായിരുന്നു ഉണ്ടായത്. അവിടെ ഫുള്ള് പണി നടക്കുന്ന റോഡായിരുന്നു. ഇപ്പം നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ആലപ്പുഴയ്ക്ക് 17 കിലോമീറ്ററാണ് ഉള്ളത്. ഇതൊക്കെ ഫുള്ളും ഹൈവേൻ്റെ പണി നടക്കുകയാണ് അവിടെ. ഈ ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതൽ ഞാൻ സൈക്ലിസ്റ്റിനെ ഇതുവരെയായിട്ട് അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ കൂടുതലും അച്ചച്ചന്മാരാണ് ഇവിടെ കൂടുതൽ സൈക്കിൾ ഓടിക്കുന്നവരുള്ളത്. രാവിലെ ആണെങ്കിലും ഒരു കുറേ ആൾക്കാരനെ അച്ചച്ചന്മാരെ ഞാൻ കണ്ട് സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോണത്. അല്ലാതെ ഉണ്ടല്ല വേറെ. പിന്നെ നമ്മൾ ദോശ പിന്നെ ചട്നി ചായ പറഞ്ഞിട്ടുണ്ട്. ചായപ്പോലും നമ്മൾ പൊറോട്ട കഴിക്കില്ല. അപ്പോൾ നമ്മൾ കടിയൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോക്കറ്റ് റോഡ് കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഹൈവേയിൽ അവിടെ പണിയെടുക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ വഴി ഇങ്ങനെ മാറും. ചിലപ്പോൾ പോക്കറ്റ് റോഡ് ആയിക്കോ, പിന്നെ ഹൈവേ തന്നെ കയറും. അങ്ങനെ ആയിക്കും പോവുക. അപ്പോൾ വെച്ചാൽ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഏട്ടൻ വന്നിട്ട് ഇവിടെ ആലപ്പുഴ സൈക്ലിങ്ങിൻ്റെ ക്ലബ്ബത്തെ ഒരു ഏട്ടനാണ്. മൂപ്പര് വന്നിട്ട് നമുക്കിപ്പോൾ 2 ഓറഞ്ച് തന്നേ. അതിൽ ഒന്ന് വെക്കാനേ സ്ഥലം ഉണ്ടായിരുന്നില്ല ബാഗിൽ. 2 എണ്ണമൊക്കെ കുത്തി തിരികിയിട്ടാണ് ആ ബാഗിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ട്. ബാഗിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടേ. അപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ചിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ ആലപ്പുഴ ബീച്ചിക്ക്. അവിടെ നമ്മൾ അവിടെ മറ്റേ കായലിൻ്റെ ഭാഗത്തേക്കാണ് അടുത്ത് നമ്മൾ പോകാൻ പോകണം. ബീച്ചിൽ പോയിട്ട് എന്നാലും നമുക്ക് മെല്ലെ ചവിട്ടി പോവാം. നമ്മളിപ്പോൾ ബീച്ചിൽ പോണ ആ വഴീൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണോ. ഹൈവേൻ്റെ പണിയാണ് ഇവിടെ താഴെ നടക്കുന്നത്. എന്നിട്ട് ബീച്ച്
അവിടെയൊക്കെ എന്താ പരിപാടി അങ്ങനെ എന്തോ ഉണ്ട്. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ അവിടെ എന്തോ എന്തറൂനാൽ അങ്ങനത്തെ എന്തോ പരിപാടി ഇവൻ്റ് എന്തോ നടക്കുന്നുണ്ട് അവിടെ. അവിടെ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട്. സൈക്കിളും ചവിട്ടാൻ പറ്റില്ല ഇവിടെ. തള്ളാൻ പോലും പറ്റില്ലല്ലോ. സൈക്കിളിലാണെങ്കിൽ വെയിറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് പോകാനൊന്നും പറ്റില്ല. കണ്ട് ഇവിടെ എന്താ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ റിങ്ങൾ ഇവിടെ ഫുള്ളും ഇങ്ങനെ കുഴിച്ചിടുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്തുള്ളതാണ് കടകളൊക്കെ ഉള്ളത്. ആ ഭാഗത്തെ ആ ലൈനിൽ നമുക്ക് സൈക്കിൾ അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. അവിടെയാണ് ബഗ്ഗി റൈഡിൻ്റെ അത് റൈഡൊക്കെ ഉണ്ട് അവിടെ. ആ ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് പോകണമെങ്കിൽ ഇവിടെ സൈക്കിൾ വെച്ചിട്ട് അങ്ങനെ നടക്കണം. അതാണ് ടാസ്ക്. ഇവിടെ നൈറ്റ് ആയിക്കോട്ടെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഈ വെയിലത്തൊന്നും വരാൻ നിൽക്കരുത് അങ്ങോട്ട്. നൈറ്റ് വരണം ഇവിടേക്ക്. കേരളം മൊത്തം അടിച്ചു കലക്കി. രാത്രി അടിപൊളിയായിരിക്കൂലേ? രാത്രി നല്ല ലൈറ്റും പാട്ടും എല്ലാം അടിപൊളി. ഐസാണ് ഇവിടെ. രാത്രിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പാട്ടൊക്കെ ഉണ്ടല്ലേ? സ്റ്റേജ് എവിടെ വരുന്നേ? അപ്പുറത്താ കാണുന്ന സ്റ്റേജാ? അപ്പുറത്താണ് സ്റ്റേജ് ഉള്ളത്. നമ്മൾ ഇത് പിടിക്കാണ്. ഇതെന്തെങ്കിലും സർബത്ത്. ഇതൊക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ കക്ക നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര കിലോ? ഇത് മാർക്കറ്റ് കൊടുക്കാനാ? കിലോക്ക് 250 രൂപ വില. ആ ഭാഗത്തൊക്കെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ ഭാഗത്തൊക്കെ കൂടുതൽ ആൾക്കാർ ആ ഭാഗത്താണ് ഉള്ളത്. അവിടെ ബോട്ടിംഗ് ഒക്കെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് അവിടെ പാർക്ക് ആണ് ആ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു പാലത്തിൻ്റെ ഇവിടെയാണ്. താഴെ കായൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഇതിനെ നമ്മൾ ആ ഭാഗത്തേക്കാണ് നമ്മളെ ബീച്ച് സൈഡ് ഉണ്ടായത്. അപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് ഇത് കായൽ ബോട്ടിങ് ഇത് മറ്റേ സാധനമല്ലേ ഹൗസ് ബോട്ട് സാധനങ്ങളൊക്കെ അവിടെയാണ്. ആ ഭാഗത്തേക്കാണ് ഉള്ളത്. അപ്പോൾ 7 കിലോമീറ്ററിൻ്റെ ഹൗസ് ബോട്ടിൻ്റെ അത് ഒരു കുട്ടനാട് ഫീൽ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട് ഏരിയ പോലത്തെ ഒരു ഇതാണ്. കുട്ടനാട് ഏരിയ തന്നെയാണത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാണ്. ഇപ്പോൾ നമ്മളിത് പുന്നമട എത്താൻ നേരത്തായിട്ട് അവിടെ ആയിട്ട് ഇവിടെ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ആൾക്കാരെ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഹൗസ് ബോട്ട് പോകാല്ലേ ഒരു തോടിൻ്റെ ചാല് വരുന്നത്. ഇങ്ങനെ അത് അങ്ങോട്ട് വലിയ കായലിലേക്ക് എത്തും തോന്നണേ. അങ്ങനെ എൻ്റെ ഒരു ഇത് നമ്മൾ ഈ റൂട്ടിൽ തന്നെ കുറേ പോയിട്ട് അങ്ങോട്ട് പോയിട്ടാണ് എത്തുക. അതുകൊണ്ട് ഇവിടെയൊക്കെ ഫുൾ ഹൗസ് ബോട്ടുകളാണ്. നമ്മളെ അങ്ങോട്ട് പുന്നമട ഭാഗത്തേക്ക്
കൊണ്ടാവുന്നത് ഇവിടുന്നാണ് ആൾക്കാരനെ. അങ്ങോട്ടുണ്ടോ? എന്താ വീഡിയോയിലുണ്ട്. ആലപ്പുഴ ബീച്ചിൽ പോയി. നമ്മുടെ കുറ്റവാടിയാണ് നമ്മൾ പോകാൻ പോണത്. ഇവിടെയൊക്കെ ഫുള്ള് ഹൗസ് ബോട്ടുകളാണുള്ളത്. ഒഴിവാക്കി വെച്ചിട്ട് ചെയ്തോണ്ടാ മതി. നൈറ്റ് പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കും. പമ്പിലാക്കും അല്ലേ? പമ്പിൽ കുഴപ്പമില്ല. പമ്പിൽ ഒരിച്ചിരി പിന്നെ സൈഡ് മാറിയിട്ടൊക്കെ ചെയ്യണം. നമ്മുടെ സേഫ് ആയിട്ടുള്ളൊരു ചെയ്തിട്ടൊക്കെ ഇത് ചെയ്യണം. കുഴപ്പമില്ല, അടിപൊളി. പിന്നെ എത്ര വയസ്സായി ഇപ്പോൾ? 18. 18 വയസ്സിൽ നീ ഇങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയല്ലടാ. വേറെന്താ വേണ്ട വീട്ടിലാ? അച്ഛൻകുട്ടാ, ഇതെന്താ പറ്റിയാണ് നിന്റെ മുട്ട? നമ്മൾ അവിടെ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അവിടെ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. ആ ഏട്ടനാണ് നമ്മളെ, ആ ഏട്ടൻ്റെ വീട്ടിലൊക്കെ നമ്മളെ കൊണ്ടുവച്ചിട്ട് ചോറൊക്കെ തന്ന് കുറേ നേരം അങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ നിന്ന്. എൻ്റെ ഏട്ടനായാലും നല്ലൊരു ഇതാണ്. എനിക്കാണെങ്കിൽ നല്ല സ്വഭാവം കേട്ടോ. ഒരു നല്ല സ്വഭാവമായിരുന്നു എല്ലാവരും. പിന്നെ വരുമ്പോൾ മൂപ്പരുടെ ഏട്ടൻ പൈസയൊക്കെ തന്നു. ഞാൻ കുറേ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ തന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ കൊല്ലം ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. പിന്നെ എന്തായാലും കൊല്ലം എത്തൂല, 90 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ആ ഹൈവേ തന്നെ ഇവിടെ ടെൻ്റ് അടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സാറേ ഒടുക്കത്തെ വെയിലാണ്. നമ്മൾ ആലപ്പുഴ അവിടെ ബീച്ചിലും പോയി, പിന്നെ ആ ബോട്ട് ചെട്ടീൻ്റെ അവിടെയും പോയി. അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നെ. പിന്നെ അവിടെ നിന്ന് കണ്ട ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മളിപ്പോൾ കൊല്ലം പിടിക്കുകയാണ്. കൊല്ലം എന്തായാലും എത്തൂല, 80 കിലോമീറ്റർ ഉണ്ട്. 80 കിലോമീറ്ററിന് മേലേക്കുണ്ട്. കൊല്ലം എത്തൂല. അപ്പോൾ അതിൻ്റെ പകുതിക്കായിട്ട് അതിലായി പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെയിലുണ്ട് കണ്ടോ, ഒടുക്കത്തെ വെയിലാ. കുറച്ചേരം അവിടെ നിന്നിട്ട് പോകണം. ഒടുക്കത്തെ ചൂടാണ്. അങ്ങോട്ട് തിരുവനന്തപുരം പോകണ അവിടെ വരെയൊക്കെ നല്ല ഒടുക്കത്തെ ചൂടായിരിക്കും. കൊല്ലത്തേക്ക് ഇനിയുണ്ട്. കൊല്ലത്തേക്ക് ഇനി 70 കിലോമീറ്റർ അങ്ങനെ എന്തുകൊണ്ട് ഒടുക്കത്തെ ചൂടാണ്. ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു ചൂടിൽ കേട്ടില്ല. ഇവിടെ റൈഡിൽ നല്ല ചൂടിലൊരു സ്ഥലം കിട്ടിയത്. പൊന്നെ കുടുങ്ങിക്കണേ. പൊന്നെ ആ ബീച്ച് സൈഡ് റോഡ് ചത്തുക്കട്, ഒടുക്കത്തെ വെയിലായിരുന്നു. ഇപ്പോൾ ഇപ്പോഴാണ് ഈ മരങ്ങളൊക്കെ ഒന്ന് കണ്ടത്. ഇവിടെ ഒരു തണൽ കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ നിന്നതാ.
കൂട്ടും ആ ഹൈവേ ഒക്കെ എടുത്താൽ സൈക്കിൾ ഓടിക്കുമ്പോൾ ഇനി നമുക്ക് 70 കിലോമീറ്റർ ഉണ്ട്.